തിരക്കിലാണോ? ആ അനിൽ, വരൂ, ഇരിക്കും. ഇന്നലെ എനിക്കറിയായിരുന്നു താൻ എന്നെ കാണാൻ വരും. അങ്ങനെ ആയിരുന്നല്ലോ തൻ്റെ പേടി. അല്ല ശിവൻ, ഇത്ര നാളും എൻ്റെ മനസ്സിന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാളിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തോ അകാരണമായ ഒരു ഭയം എൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറുന്നു. അത് തന്നെയാണോ പറഞ്ഞു വരുന്നതും. പണമാണ് എല്ലാത്തിൻ്റെ ഉറവിടം. അതിനുവേണ്ടി തന്നെയാണ് പീറ്റർ ഈ കളി തുടങ്ങി വെച്ചത്. അപ്പം തന്നെ കൂട്ടിയത് താനൊരു മികച്ച ഗോസ്റ്റ് ഹണ്ടർ ആയതുകൊണ്ടായിരിക്കും എന്നാകും തൻ്റെ വിചാരം. പക്ഷെ അതങ്ങനെയല്ല. താൻ പരിഭവപ്പെടണ്ട. തൻ്റെ മുതുമുത്തച്ഛന്മാർ ഇൻവോൾവ് ആയൊരു കേസാണിത്. നേരിട്ടോ അല്ലാതെയോ അവർ ഈ കേസുമായി ബന്ധം പുലർത്തിയിരുന്നത് കൊണ്ട് തന്നെ പീറ്ററിന്റെ അന്വേഷണ വഴികളിൽ താൻ അയാൾക്കൊരു പ്രൊട്ടക്ഷനാണ്. അതെങ്ങനെ? അതൊക്കെ അറിയാൻ സമയമായിട്ടില്ല. പീറ്റർ എപ്പോഴും പറയാറില്ലേ താൻ ഇതിനെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാനുണ്ടെന്ന്. അല്ല ശരി, നമുക്ക് പണമല്ലേ വേണ്ടത്? അതിന് കാളിയുടെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? തനിക്കത് തോന്നും. കാരണം അവിടുത്തെ കാളി തൻ്റെ പരദേവതയാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് കാളിയെ പറയുമ്പോൾ തൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നത്. അപ്പോൾ നമുക്കിത് വേണോ? എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ? നമുക്കിത് വേണമെന്ന് മാത്രമല്ല, താൻ കൂടെ ഉണ്ടായേ തീരും. കാളിയെ മറ്റൊരിടത്തേക്ക് മാറ്റണം. നമ്മുടെ വഴിയിൽ കാളി ഒരു തടസ്സമാകരുത്. അത്രമാത്രം അതിൽ താൻ ഭയപ്പെടുന്ന പോലെ ഒന്നുമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, ധൈര്യമായിട്ടിരിക്കും. പാരീസിലെ ബിസിനസ് ശൃംഖലയുടെ ആദ്യ കണ്ണികളായിരുന്നു ഞാനും പീറ്ററും ഒക്കെ. കോടികളുടെ വിറ്റുവരവുകൾ മറന്ന് ഈ കൊച്ചു കേരളത്തിൽ വന്ന് സമയം കളയുന്നത് ഒറ്റ കാരണം കൊണ്ട്. നമ്മുടെയൊക്കെ 100 തലമുറ ആറ്റിൽ കളഞ്ഞാലും തീരാത്തത്ര പണം. അത് കോടികളുമല്ല, കോടാനുകോടികളും. എന്നെ തിട്ടപ്പെടുത്താനോ കണ്ടു മനസ്സിലാക്കാനോ കഴിയാത്തത്ര സമ്പാദ്യവും പേറിയാണ് ആ തറവാട് അവിടെ നിൽക്കുന്നത് തന്നെ. നമുക്കത് വേണം. അതിനുവേണ്ടി എന്തു വഴിയും നമ്മൾ സ്വീകരിക്കും. താൻ ഒപ്പം നിന്നേ മതിയാവും. അല്ല ശിവ, വേണ്ട, താനൊന്നും പറയണം. കാളിയെ തനിക്ക് പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ മാറ്റി നിർത്താനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പീറ്ററുമായി സംസാരിച്ചിട്ടുണ്ട്. അതെന്താണ് ആ വഴി? പ്രേതശിവം.